ഹലോ ഫ്രണ്ട്സ്, സിംപ്ലിഫൈഡ് ഫിസിക്സ് എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുൻപത്തെ വീഡിയോയിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ പറ്റിയും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ പറ്റിയും ഗോസ് തിയറത്തെ പറ്റിയും കൂളംസ് ലോനെ പറ്റിയൊക്കെയാണ് പഠിച്ചത്. അതിൻ്റെ പ്രോബ്ലംസ് ലെവലായിരിക്കും, പ്രോബ്ലങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ ഈ വീഡിയോയിൽ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഞാൻ ചിത്രത്തിലൊക്കെ കാണുന്നുണ്ട് ക്വസ്റ്റ്യൻ വായിക്കാം. ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് സെറ്റ് above the midpoint between two equal charges q at a distance d apart എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കപ്പോൾ ഇതിൻ്റെ ചിത്രത്തേക്ക് നോക്കാം. ഇതിൽ പറയുന്നത് രണ്ട് ഈക്വൽ ആയിട്ടുള്ള ചാർജസ് ക്യൂ ചാർജസ് ഡി ഡിസ്റ്റൻസ് അകലെ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ സെൻറ്ററിൽ നിന്ന് സെഡ് ഡിസ്റ്റൻസ്, അതായത് സെൻറ്റർ എന്ന് പറയുന്നത് മിഡ് പോയിന്റിൽ നിന്ന് സെഡ് ഡിസ്റ്റൻസ് അകലെ പി എന്ന പോയിന്റ് കൺസിഡർ ചെയ്തിട്ട് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ഫിഗർ നമുക്ക് സ്ക്രീനിൽ കാണുന്നുണ്ട്, നമുക്കത് കണ്ടാൽ മനസ്സിലാവും. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ, അതായത് നമ്മളിപ്പോൾ പോസിറ്റീവ് ചാർജാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ ഡയറക്ഷൻ ഫ്രം ദ ചാർജാണ്. അപ്പോൾ പി എന്ന് പറഞ്ഞ പോയിന്റിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ബി വരച്ചിട്ടുള്ളത് കാണാം. അതിനെ കമ്പോണൻസ് വൈസ് റിസോൾവ് ചെയ്തിട്ടുണ്ട്. സൈൻ കമ്പോണൻറ്റും കോസ് കമ്പോണൻറ്റും. നമുക്ക് ചിത്രത്തിൽ കാണാം, സൈൻ കമ്പോണൻറ്റ് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് വരുന്നത്. അപ്പോൾ അത് റിസൾട്ടൻ്റ് ചെയ്യുമ്പോൾ ക്യാൻസലായി പോവും. ബാക്കി ഉണ്ടാവുക, റിമെയിൻ ചെയ്യുന്നത് റിസൾട്ടൻ്റ് ആയിട്ടുള്ളവ അതിൻ്റെ കോസ് കമ്പോണൻ്റ് ആയിരിക്കും. അതും നമ്മൾ എടുക്കുന്ന രണ്ടും തുല്യ ചാർജ് ആയതുകൊണ്ട് നമ്മൾ രണ്ട് തവണ മടങ്ങ് ചെയ്താൽ മതി. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിന് ഇക്വേഷൻ 2 times ഓഫ് ഇലക്ട്രിക് ഫീൽഡിന്റെ കോസ് കമ്പോണന്റ് എന്നായിരിക്കും ഇക്വേഷൻ വരിക. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമുക്കറിയാം, മുൻപത്തെ വീഡിയോയിൽ പഠിച്ച പോലെ Q/4πε0 r² എന്നാണ്. അതിന് 2 മടങ്ങ് ചെയ്യണം അതിന്റെ കോസ് കമ്പോണന്റ് വെച്ചിട്ട്. അങ്ങനെ വരുമ്പോൾ 2Q/4πε0 r² cos θ. നമ്മൾ തീറ്റ മാർക്ക് ചെയ്തെന്ന് കണ്ടു. ആംഗിൾ ബിറ്റ്വീൻ സെഡ് ആൻഡ് ആർ എന്നുള്ളതാണ്. ആർ എന്ന് പറഞ്ഞ മാർക്ക് ചെയ്തിട്ടുള്ളത് ക്യൂവിൽ നിന്ന് പിയിലേക്കുള്ള സ്ലാൻഡഡ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. സെഡ് ആണ് നമ്മൾ പറഞ്ഞത് മിഡ് പോയിന്റിൽ നിന്ന് ഉള്ള ഡിസ്റ്റൻസ്. ഇതിൽ കോസ് തീറ്റ എന്ന് പറയുന്നത് ഈ ട്രയാങ്കിൾ നോക്കി സെഡ് ബൈ ആർ ആണെന്ന് മനസ്സിലാക്കാം. അതേപോലെ പൈതഗോറസ് തിയറം വയ്ക്കുകയാണെങ്കിൽ ആർ ഈക്വൽ ടു √d/2² പ്ലസ് z² എന്ന് പറയാം. ഇത് മിഡ് പോയിന്റിൽ വെച്ചിട്ടുള്ളതാണ്. d/2 d/2 രണ്ട് സൈഡിൽ വരുന്നത്. പിന്നെ ഇക്വേഷനിൽ വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, വേറെ കാൽക്കുലേഷൻസ് ഒന്നുമില്ല. വെറുതെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു 2qz ഡിവൈഡ് ബൈ 4πε0 d/2² പ്ലസ് z² ഓൾ റേസ് ടു 3/2 എന്നാണ് വരിക. കെ ക്യാപ്പും വരും. ഇനിയിപ്പോൾ ഈ രണ്ട് ചാർജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി സെഡിനോട് കമ്പയർ ചെയ്ത് വളരെ ചെറുതാണെന്ന് വിചാരിക്കുക. അതായത് ഈ പറയുന്ന നമ്മളെടുത്ത പി എന്ന് പറഞ്ഞ പോയിന്റ് വളരെ അകലെയാണെങ്കിൽ, വെൻ സെഡ് ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ ഡി ആണെങ്കിൽ നമുക്ക് ആ d²/4 റൂട്ട് എടുക്കുന്ന ആ കമ്പോണന്റ് നെഗ്ലക്ട് ചെയ്യാം. അതുകൊണ്ട് അപ്പോൾ വരുന്ന ഇക്വേഷനിൽ വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു 2Q/4πε0 z² കെ ക്യാപ്പ് എന്നുള്ളതായിരിക്കും നമുക്ക് ഇക്വേഷൻ വരാം. നമുക്കിപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതിനോട് സിമിലർ ആയ ക്വസ്റ്റ്യൻ തന്നെയാണ്, ആകെ ഒരു ചെറിയ മാറ്റമേ ഉള്ളൂ. നമ്മൾ നേരത്തെ എടുത്തത് രണ്ട് പോസിറ്റീവ് ഈക്വൽ ചാർജസ് ആണ് എങ്കിൽ ഇവിടെ എടുക്കുന്നത് ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും, അതായത് ഒരു ഡൈപോളാണ്. അത് ഡി ഡിസ്റ്റൻസ് അപ്പാർട്ടുള്ള ഒരു ഡൈപോളാണ്. ബാക്കിയെല്ലാം ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ പോലെയാണ്, സിമിലർ ആണ്. മിഡ് പോയിന്റിൽ നിന്ന് സെഡ് ഡിസ്റ്റൻസ് അകലെയുള്ള പി എന്ന പറഞ്ഞ പോയിന്റിൽ ആണ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എഴുതുമ്പോൾ ഈ പ്രോബ്ലത്തിന്റെ ഫിഗറിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ക്യൂവിൻ്റെ അവിടെ ഇപ്പം ഞാൻ പറഞ്ഞു നേരത്തെ പോസിറ്റീവ് ചാർജ് വെക്കുമ്പോൾ പോസിറ്റീവ് ചാർജ് നിന്നാണ്, അത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഫ്രം പോസിറ്റീവ് ചാർജ് ആണ്. പക്ഷെ -q ആകുമ്പോൾ ടു ദ നെഗറ്റീവ് ചാർജ് എന്നാണ്. അപ്പോൾ ഏരോ മാർക്ക് ശ്രദ്ധിക്കാം ആ വെക്ടറിന്റെ. അങ്ങനെ റിസോൾവ് ചെയ്യുമ്പോൾ മുൻപത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ കോസ് കമ്പോണന്റ് ആയിരിക്കും ക്യാൻസലായി പോവുക, ബാക്കി റിസൾട്ടന്റ് ആയി വരുന്നത് സൈൻ കമ്പോണന്റ് ആയിരിക്കും. അപ്പോൾ നേരത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് വ്യത്യാസമായിട്ട്
സൈൻ കമ്പോണൻ്റ് ആയിരിക്കും നമുക്ക് ചെയ്യേണ്ടി വരാം. അങ്ങനെയാണ് ഇക്വേഷൻ നമുക്ക് ഇവിടെ കാണാം. ഇക്വേഷൻ വരുന്നത് 2q ഡിവൈഡ് ബൈ 4πε0 r² സൈൻ തീറ്റ എന്നുള്ളതായിരിക്കും. ഈ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ സൈൻ തീറ്റ മനസ്സിലാക്കും. d/2r ആണ് സൈൻ തീറ്റ ട്രയാങ്കിൾ എടുക്കുമ്പോൾ. പിന്നെ r = മുൻപത്തെ പോലെ തന്നെ പൈതഗോറസ് തിയറം വെച്ചിട്ട് √d/2² പ്ലസ് z² ആയിരിക്കും. അപ്പം നമുക്കതിൻ്റെ ഫൈനൽ ആൻസർ വരാം =qd ഡിവൈഡ് ബൈ 4πε √d/2² പ്ലസ് z² ക്യൂബ് ആണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരാം. ഇതിൻ്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. ഫൈൻഡ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് z above the midpoint of straight line segment of length 12 that carries a uniform line charge lambda. മുൻപത്തെ ക്വസ്റ്റ്യൻ ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, മുൻപ് നമ്മൾ രണ്ട് ചാർജ് എടുത്തിട്ടാണ് രണ്ട് ചാർജ് d ഡിസ്റ്റൻസ് അപ്പാർട്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മിഡ് പോയിന്റിന് z ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റ് എന്നൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു കേസ് ആകുമ്പോൾ ഇവിടെ ചാർജ് അല്ല, പകരം യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ലാംഡ ചാർജ് ഡെൻസിറ്റി യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് വരുന്നത്. ബാക്കിയെല്ലാം സിമിലർ കണ്ടീഷൻസ് ടു ദ ഫസ്റ്റ് ടു ക്വസ്റ്റ്യൻസ് ആയിരുന്നു വരാം. ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമുക്ക് ഫിഗർ കാണുന്നുണ്ട്. ഫിഗറിൽ നമ്മൾ എന്താ ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ നമ്മൾ ഈ ലൈനിൻ്റെ മിഡ് പോയിന്റിനെ നമ്മളൊരു ന്യൂമറിക്കൽ സിസ്റ്റത്തിലെ എക്സ് ആക്സിസിനോട് ചേർത്ത് വയ്ക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒറിജിനലായിരിക്കും അതിന് മിഡ് പോയിന്റ് വരാം. അത് കഴിഞ്ഞ് നമുക്ക് ആ എക്സ് ആക്സിസിലെ ചെറിയൊരു എലമെന്റ് dx എലമെന്റ് നമ്മൾ എടുക്കുകയാണ്. ആ dx എലമെന്റ് എടുത്തിട്ട് പി എന്ന് പറഞ്ഞ പോയിന്റിലത്തെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുകയാണ്. മുൻപത്തെ കേസ് പോലത്തെ സൈൻ കമ്പോണന്റും കോസ് കമ്പോണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ അതേപോലെ തന്നെ നമ്മുടെ സൈൻ കമ്പോണന്റ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ ക്യാൻസൽ ആയി പോകും. ബാക്കി റിസൾട്ടന്റ് വരുന്നത് കോസ് കമ്പോണന്റ് ആയിരിക്കും. നമ്മൾ നേരത്തെ 2 മടങ്ങുന്നൊക്കെ ചെയ്യേണ്ടി വന്നു, പക്ഷെ ഇത് ചെയ്യേണ്ടി വരില്ല. കാരണം നമുക്കിവിടെ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്റ്റ് അല്ല കിട്ടുന്നത്. നമ്മൾ എടുക്കുന്ന dl എലമെന്റിന് കറസ്പോണ്ടന്റ് ആയിട്ട് de, അതായത് ചെറിയ സ്മോൾ ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്കവിടെ 2 തവണ മടങ്ങുന്ന എടുക്കണ്ട. അത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. പക്ഷെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ അറിയാം അവിടെ കോസ് കമ്പോണന്റ് ആയിട്ട് റിസൾട്ടന്റ് വരാം. ബാക്കിയെല്ലാം സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഒരു മാത്രം നമുക്കൊരു ചെറിയ വേരിയേഷൻ വരുന്നു പറഞ്ഞാൽ ക്യൂ എന്നുള്ളത് അവിടെ നമ്മൾ ക്യൂ ആണ് ഉപയോഗിച്ചെങ്കിൽ ഇവിടെ dq എന്നായിരിക്കും. കാരണം ഇവിടെ നമുക്ക് കിട്ടുന്ന ചെറിയ ഏരിയയിലത്തെ ചെറിയ ചാർജാണ്. അപ്പോൾ dq എന്നായിരിക്കും വരിക. dqന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത് ലാംഡ dx എന്നുള്ളതാണ്. അത് നമുക്കറിയാം. dq ഇവിടെ dq എന്ന് പറയുന്നത് ലാംഡ ഇൻറ്റു dx എന്നുള്ളതാണ്. ലാംഡ ഇൻറ്റു സ്മോൾ എലമെന്റ് dx എന്നാണ് വരാം കേട്ടോ ചെയ്യാൻ പറ്റുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇപ്പം മുൻപത്തെ പോലെ കോസ് തീറ്റ = z/r ആണ്. പൈതഗോറസ് തിയറം വെച്ച് r = √x² പ്ലസ് z² എന്നാണ്. x² എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഡിസ്റ്റൻസിനാണ് x എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതൊക്കെ ചിത്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. പിന്നെ സിമ്പിൾ ഇൻറ്റഗ്രേഷൻ ആണ് ഒരു വരുന്നത്. നമ്മുടെ ഒരു ഇൻറ്റഗ്രേഷൻ പ്രോപ്പർട്ടി ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഈവൻ ഫംഗ്ഷൻ ആയി സ്പ്ലിറ്റ് ചെയ്തിട്ട് പ്രോപ്പർട്ടി വരുന്നുണ്ട്. അതായത് -l to l ആണ് ഇന്റഗ്രേഷൻ വരുന്നത്. അത് x = 0 to l വരെയാണ് ഇന്റഗ്രേഷൻ വരുന്നത്. ബാക്കിയെല്ലാം സിമിലർ ആണ്. ഫൈനൽ ആൻസറും കിട്ടാം =λl by 2πε0z 1/√l² plus z² k എന്നാണ്. ഇവിടെ നമുക്ക് ഇന്റഗ്രേഷൻ്റെ ഒരു ഫോർമുല അറിയേണ്ടതായിരിക്കും വരും. നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള ഫോർമുല തന്നെയാണത്. അത് വെച്ചാൽ ഇന്റഗ്രൽ ഓഫ് 1/a² പ്ലസ് x² ഓൾ റേസ് ടു 3/2 dx. 3/2 dxന്റെ ഉത്തരം വരാം x/a² ഇൻറ്റു 1/√a² പ്ലസ് x² എന്നാണ്. നമുക്ക് ചിത്രത്തിൽ കാണാം. അതാണ് ആ ഫോർമുലയാണ് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ആൻസർ ഫൈനൽ ആൻസർ കിട്ടുന്നത്. അത് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. ആ ഫോർമുല അറിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഫൈനൽ ആൻസർ ഇൻറ്റഗ്രേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം നമ്മൾ 3 ക്വസ്റ്റ്യനായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വന്നത്. ഫസ്റ്റത്തെ 2 ക്വസ്റ്റ്യൻ ചാർജ് ആണെങ്കിൽ ഇപ്പം നമ്മൾ അവസാനം ചെയ്തത് യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യനും മുൻപത്തെ ക്വസ്റ്റ്യനും സിമിലർ ആയ ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മൾ മുൻപ് നേരത്തെ ചെയ്തത് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ലീനിയർ എലമെന്റ് ആയിട്ടാണ്. ഇവിടെ അതൊരു ലൂപ്പായിട്ട് കൺസിഡർ ചെയ്താൽ മാത്രം മതി. അതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് വായിക്കാം. ഫൈൻഡ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് സെറ്റ് വെർട്ടിക്കലി അബവ് ദ സെന്റർ ഓഫ് സർക്കുലർ ചാർജഡ് ലൂപ്പ് ഓഫ് ലീനിയർ ചാർജ് ഡെൻസിറ്റി λc/m. നേരത്തെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ എലമെന്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സർക്കുലർ ലൂപ്പാണ് എടുക്കുന്നത്. അത് മാത്രമേ വ്യത്യാസമുള്ളൂ.
അതേപോലെ നമ്മൾ ഒരു ചെറിയ DL എലമെന്റ് എടുക്കുന്നു. ഇവിടെയും സൈൻ കമ്പോണന്റ് ക്യാൻസലായി പോകും. ബാക്കി ഡി കോസ് കമ്പോണന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മാത്രം നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നേരത്തെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ L എന്നുള്ള കമ്പോണൻസ് ഭാഗത്ത് ഇവിടെ വരുന്ന പെരിമീറ്റർ ആയിരിക്കും. ആ പറയുന്ന ലൂപ്പിൻ്റെ പെരിമീറ്റർ ആയിരിക്കും ഇവിടുത്തെ DL എലമെൻറ്റിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വരിക. പിന്നെയുള്ളതൊക്കെ നമുക്ക് സിമിലർ ടു ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ അധികം ഡിസ്കസ് ചെയ്ത് പോകില്ല. ജസ്റ്റ് ഡയഗ്രാം കണ്ട് മനസ്സിലാവും. പിന്നെ ഒരു ചെറിയ മാറ്റം വരുന്നത് അവസാന പോർഷനാണ്. അതായത് ഇവിടെ 2πr ഇൻറ്റു ലാംഡ എന്നുള്ളതിന് സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് Q കൊടുക്കുന്നുണ്ട്. കാരണം ഇവിടെ Q എന്ന് പറയുന്ന ചാർജിനെ മൊത്തം ഈക്വലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതാണ് λc/mലേക്ക്. അത് 2πr ലാംഡ ടോട്ടൽ ചാർജിനോട് തുല്യമായിരിക്കും. അതാണ് അവിടെ Q സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ വീഡിയോയുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് കാണുമ്പോൾ വലുതാണ്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. പക്ഷെ ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കുറച്ചും കൂടി അപ്ലൈഡ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഗോസ് തിയറി ഉപയോഗിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്ലൈഡ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം സിമ്പിളായിട്ട് നമ്മൾ കാണുന്ന ഒരു കോയാക്സിൽ കേബിളിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. കേബിൾ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് സെൻറ്ററിൽ ഒരു സിലിണ്ടറിക്കൽ പോർഷൻ ഉണ്ടാവും. അതിന് കവർ ചെയ്തിട്ടുള്ള വേറൊരു സിലിണ്ടറിക്കൽ ഷെല്ല് ഉണ്ടാവും. സിലിണ്ടറിക്കൽ പോർഷൻ സെൻറ്ററിയത്തുള്ളത് പ്ലസ് സിഗ്മ ചാർജ് ഡെൻസിറ്റി ഉള്ള ഒരു ഇന്നർ സിലിണ്ടറാണ്. അതിൻ്റെ റേഡിയസ് R1 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഔട്ടർ സിലിണ്ടറിക്കൽ ഷെല്ലിന് സർഫേസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ്, മറ്റേത് റോയാണ്. റോയാണ്. പുറത്തുള്ളതിന് സിഗ്മയാണ് വരുന്നത്. പക്ഷേ പുറത്തുള്ളതിൻ്റെ ചാർജ് നെഗറ്റീവും ഉള്ളിലുള്ളതിന് പോസിറ്റീവായിട്ട് മൊത്തം ഈ പറയുന്ന കേബിൾ ന്യൂട്രലാണ്. ഏത് എക്സ്റ്റേണൽ പറയുമ്പോൾ പുറത്ത് ഈ കേബിൾ കംപ്ലീറ്റ്ലി ന്യൂട്രലായിട്ട് വരും. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് ദ ഷെൽ എന്നാണ് പറയുന്നത്. ഔട്ട്സൈഡ് ഷെൽ എന്ന് പറഞ്ഞാൽ കേബിളിൻ്റെ പുറത്താണെങ്കിൽ അതിന് ഇലക്ട്രിക് ഫീൽഡ് 0 ആണെന്നാണ് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അപ്പോൾ 0 ആണ്. കാരണം വോൾ ന്യൂട്രലായിട്ട് പോകുന്നതാണ്. ഇനിയിപ്പോൾ രണ്ടാമത്തെ പോർഷൻ പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ റീജിയൻ ബിറ്റ്വീൻ സിലിണ്ടർ ആൻഡ് ദ ഷെൽ. അതായത് ഉള്ളിലത്തെ സിലിണ്ടറും ആ പുറത്തത്തെ കവറിങ് ആയിട്ടുള്ള ഷെല്ലും. ഞാൻ നേരത്തെ പറഞ്ഞ ഉള്ളിൽ സിലിണ്ടർ ഉണ്ടാവും, അതിൻ്റെ വോളിയം ചാർജ് ഡെൻസിറ്റി പ്ലസ് റോയാണ്. പുറത്തുള്ള ഒരു ഷെല്ല് ഉണ്ടാവും, അതിൻ്റെ സർഫേസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ്. ഉള്ളിലത്തെ പോസിറ്റീവും പുറത്തത്തെ നെഗറ്റീവായിട്ട് ന്യൂട്രലായി പോകുന്നുണ്ട്. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റീജിയൻ ബിറ്റ്വീൻ സിലിണ്ടർ ആൻഡ് ഷെല്ലാണ്. അപ്പോൾ നമുക്ക് ചെറിയ ഗോസിയൻ സർഫേസ് കൺസിഡർ ചെയ്യണം. നമുക്ക് ഗോസ് ലോ മുമ്പ് പഠിച്ചിട്ടാണ്. ഇൻ്റഗ്രൽ E.dA = Q enclosed by ε0. നമ്മളപ്പോൾ ഒരു ഗോസിയൻ സർഫേസ് ഇതിൻ്റെ മിഡിൽ, അതായത് ഇതിൻ്റെ റീജിയൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അതിൻ്റെ റേഡിയസ് R ആണ്, ചിത്രത്തിൽ കാണാം. അതിൻ്റെ ലെങ്ത് L ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻ്റഗ്രൽ E.dA. DA എന്ന് പറയുമ്പോൾ നമ്മൾ കർവേഡ് സർഫേസ് മാത്രമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഗോസിയൻ സർഫേസിൻ്റെ കർവേഡ് സർഫേസിൽ മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് വരുള്ളൂ. കാരണം നമുക്കറിയാം മറ്റേ 2 പോർഷനുകളിൽ E.dA വാല്യൂസ് ക്യാൻസലായിട്ട് പോവുകയാണ് ചെയ്യുക. കാരണം ഏരിയൽ വെക്ടർ എന്ന് പറയുന്നത് എപ്പോഴും പെർപെൻഡിക്കുലർ ടു ദ സർഫേസും ഈ പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡ് ഇതിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് വരും. ഈ ചിത്രത്തിൽ കാണാം. നമുക്ക് സൈഡ് ബേസിൽ അത് ക്യാൻസലായി പോകും. നമുക്ക് ഉണ്ടാവുക കർവേഡ് സർഫേസിൽ മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. അതുകൊണ്ടാണ് E.dA കർവേഡ് സർഫേസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ബാക്കി Q എൻക്ലോസ്ഡ് എന്ന് പറയുന്നത് ചാർജ് എൻക്ലോസ് ചെയ്തിട്ടുള്ളത് നടുക്കിലത്തെ സിലിണ്ടറാണ്. അതുകൊണ്ട് റേഡിയസ് ഉപയോഗിച്ചിട്ടുള്ളത് നടുക്കിലത്തെ സിലിണ്ടറിൻ്റെ R1 റേഡിയസ് ആണ്. L². ഇതിപ്പോൾ റോ, ഇത് വോളിയം, അതായത് Q = ρ d. ആ ഇക്വേഷനാണ് ഇവിടെ Qന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുള്ളത്. ബാക്കി സിമ്പിളാണ്. അതേപോലെ നെക്സ്റ്റ് വരുന്നത് ഇൻസൈഡ് സിലിണ്ടറാണ്. നമ്മളിതിന് ബിറ്റ്വീൻ കണ്ടു. ഇൻസൈഡ് സിലിണ്ടർ ആകുമ്പോൾ ഇൻസൈഡ് നമ്മൾ വേറൊരു ഗോസിയൻ സ്ഫിയർ കാണണം. അതിൻ്റെ റേഡിയസ് R ആണ്, ചിത്രത്തിൽ കാണാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ കർവേഡ് സർഫേസ് ഏരിയ എടുത്താൽ മതി. സൈഡ് നോക്കേണ്ട ആവശ്യമില്ല. കാരണം സൈഡ് ഓൾറെഡി ക്യാൻസലായി പോകും. നമുക്ക് സിലിണ്ടറിനെ കുറിച്ച് മുൻപ് അറിയാവുന്നവർക്കറിയാം. സൈഡിലുള്ള ക്യാൻസലായി പോകും. കർവേഡ് സർഫേസ് ഏരിയ മാത്രമേ വരുള്ളൂ. കർവേഡ് സർഫേസ് ആകുമ്പോൾ 2πr വരും. അത് കഴിയുമ്പോൾ Q എൻക്ലോസ്ഡ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഈ ഗോസിയൻ സർഫേസ് എൻക്ലോസ്ഡ് ആണ് വരാം. കാരണം ഇവിടുത്തെ കേസിൽ ഗോസിയൻ സർഫേസിന്റെ പുറത്താണ് ഈ പറയുന്ന സിലിണ്ടറിന്റെ ബൗണ്ടറി എടുക്കുന്നുണ്ടാവുക. അപ്പൊ ആ ഗോസിയൻ സർഫേസ് ഉള്ളിലുള്ള ചാർജ് മാത്രം നമ്മൾ എടുത്താൽ മതി, കൺസിഡർ ചെയ്താൽ മതി. അതുകൊണ്ടാണ് R എന്ന് വന്നത്. മുൻപത്തെ ക്വസ്റ്റ്യനിൽ R1 ആയിരുന്നു. അത് ശ്രദ്ധിക്കണം. കാരണം ഇതിൽ ഗോസിയൻ സർഫേസ് മാത്രം എടുത്താൽ ഞാൻ ഗോസിയൻ സർഫേസിന്റെ പുറത്താണ് എന്ത് എടുക്കുന്നത്, സിലിണ്ടർ എടുക്കുന്നത്. പിന്നെ സിമ്പിൾ ഇന്റഗ്രേഷനിൽ വഴി നമുക്ക് ആ ഇക്വേഷൻ കിട്ടും. ഈ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി അപ്ലൈഡ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. നല്ല ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. എല്ലാവരും ഈ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസുകളും എല്ലാവരും ചെയ്ത് പഠിച്ചോളൂ. ഈ പറഞ്ഞ ഇലക്ട്രോസ്റ്റാറ്റിക് സെക്ഷനിലെ
ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു വീഡിയോയിൽ നമുക്കിത് വേറൊരു ടോപ്പിക്കായിട്ട് വരും. ഇലക്ട്രോസ്റ്റാറ്റിക്സിന് കണ്ടിന്യൂഷൻ ടോപ്പിക്സ് ആയിട്ട് തന്നെ വരും. അത് നെക്സ്റ്റ് വീഡിയോയിൽ എല്ലാവർക്കും കാണാം. എല്ലാവർക്കും ബൈ.